നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യഭരണം ഏറ്റെടുത്ത സുൽത്താൻ ഖാബൂസ് ആദ്യം തന്നെ എടുത്ത നിലപാട് എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. അത് ഇപ്രകാരമായിരുന്നു: ഒരു ആധുനിക സർക്കാർ സൃഷ്ടിക്കുന്ന പ്രക്രിയയിൽ ഉടൻ മുന്നോട്ട് പോകുമെന്ന് ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തനത്തിലും അനിവാര്യമായ എല്ലാ നിയന്ത്രണങ്ങളും ഉടനടി നിർത്തലാക്കുന്നതാണ് എൻ്റെ ആദ്യ പ്രവർത്തനം. അത് അക്ഷരം പ്രതി പാലിച്ചുകൊണ്ടായിരുന്നു 5 പതിറ്റാണ്ടുകൾ സുൽത്താൻ മുന്നോട്ട് പോയത്. 1970 ജൂലൈ 23 സുൽത്താൻ ഖാബൂസിന്റെ ഭരണം ആരംഭിച്ചു. അന്നു മുതൽ വികസനത്തിലേക്കും ആധുനികവൽക്കരണത്തിലേക്കുമുള്ള ഒമാന്റെ പാത തെളിഞ്ഞു എന്ന് തന്നെ പറയാം. തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്നു അദ്ദേഹം. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ശ്രമങ്ങൾക്ക് വിജയം നൽകട്ടെ എന്ന് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ആശംസിക്കുമായിരുന്നു. ആ നിറഞ്ഞ പ്രാർത്ഥന തദ്ദേശീയർക്കും പ്രവാസികൾക്കും ഒരുപോലെ അനുഗ്രഹമായി ഇനിയും മാറുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. എൻ്റെ ജനങ്ങളെ, നിങ്ങളുടെ ജീവിതം ശോഭനമായ ഭാവിയോടുകൂടി സമ്പന്നമായ ഒന്നാക്കി മാറ്റുവാൻ ഞാൻ എത്രയും വേഗം മുന്നോട്ട് പോകുമെന്ന് സുൽത്താൻ നൽകിയ ഉറപ്പ് കൃത്യതയോടുകൂടി പാലിക്കപ്പെട്ടു എന്ന് വേണം പറയാൻ. നിങ്ങളിൽ ഓരോരുത്തരും ഈ ലക്ഷ്യത്തിലേക്ക് തൻ്റെ പങ്ക് വഹിക്കണമെന്ന് പൗരന്മാരെ ഉത്സാഹിപ്പിക്കുവാനും അദ്ദേഹം ഒരിക്കലും മറന്നിരുന്നില്ല. ഇതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഒരു ആധുനിക സർക്കാരിന്റെ വേഗതയിലുള്ള സ്ഥാപനത്തിനായി സ്വയം സമർപ്പിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു. മറ്റു ഭരണാധികാരികളെ പോലെ സുൽത്താൻ ആ വാക്ക് മറന്ന് പ്രവർത്തിച്ചില്ല, മറിച്ച് 100% ആ വാക്ക് പാലിക്കുകയാണ് ചെയ്തത്. വിദേശ ശക്തികളുടെ അംഗീകാരം ഉറപ്പാക്കുവാൻ ആവശ്യമായ എല്ലാ നിയമ നടപടികളും അദ്ദേഹം സ്വീകരിച്ചു. മാത്രമല്ല, രാജ്യാന്തര രംഗത്തും അദ്ദേഹം മികവ് പുലർത്തി. ജനങ്ങളിൽ ഭാരം ചുമത്തിയ അനാവശ്യ നിയന്ത്രണങ്ങളെല്ലാം ഇല്ലാതാക്കുക എന്ന ആദ്യ ലക്ഷ്യവും വൈകാതെ തന്നെ അദ്ദേഹം നടപ്പിലാക്കി. വിദേശ ശക്തികളുടെ അംഗീകാരം ഉറപ്പാക്കുവാൻ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു. മാത്രമല്ല, രാജ്യാന്തര രംഗത്തും മികവ് പുലർത്തിയ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. മലയാളികളെ എന്നും സ്വന്തം ജനങ്ങളോടൊപ്പം കണക്കുകൂട്ടിയിരുന്ന ഒരാളായിരുന്നു സുൽത്താൻ ഖാബൂസ്. ഒമാനെ പ്രവാസികളുടെ ഇഷ്ടരാജ്യമാക്കി അദ്ദേഹം മാറ്റി. താമസിക്കുവാനും ജോലി ചെയ്യുവാനും വിനോദസഞ്ചാരത്തിനും പറ്റുന്ന ഏറ്റവും സുരക്ഷിതവും സൗഹൃദപരവുമായ ഒരു നാടായി ഒമാൻ മെല്ലെ മാറുകയായിരുന്നു. എന്തായാലും സുൽത്താന്റെ ഈ ചരമത്തിൽ ഏറ്റവും അധികം വിഷമിക്കുന്നത് മലയാളികളായ പ്രവാസികൾ തന്നെയായിരിക്കും. അത്രയധികം ഉപകാരമാണ് ഒരുപക്ഷെ ഒമാനിൽ സുൽത്താൻ കാരണം ഇവർക്കെല്ലാം ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.